നിരവധി പണ്ഡിതകൾക്ക് സമൂഹത്തിന് സമർപ്പിക്കാൻ നമ്മുടെ ഈ സംവിധാനത്തിലൂടെ സാധ്യമായിരിക്കുകയാണ്. SSLC കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഹയർ സെക്കൻഡറിയും ഡിഗ്രിയും അതോടൊപ്പം തന്നെ മത വിദ്യാഭ്യാസവും നൽകി അവരെ ഉത്തമ കുടുംബിനികളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഫളീല കോഴ്സ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലായി ആരംഭിച്ചത്. നമുക്കറിയാം, സ്ത്രീ സമൂഹത്തെ വിദ്യാസമ്പന്നരാക്കുന്നതിലൂടെ ഒരു തലമുറയിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ്. ആ രീതിയിൽ ഉത്തമ സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പാണ് ഇതിലൂടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും വിദ്യാഭ്യാസ ബോർഡും ഒക്കെ തന്നെ ലക്ഷ്യം വെച്ചത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ സ്ത്രീ സമൂഹത്തിന് സുരക്ഷിതമായ വിദ്യാഭ്യാസം അവർക്ക് നൽകാനുള്ള സംവിധാനമാണ്. ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, ലഹരിയിലേക്കും ലൈംഗികതയിലേക്കും അരാജകത്വങ്ങളിലേക്കും തന്നെ വഴുതിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് ദീനി വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും ഒക്കെ തന്നെ നൽകി അവരെ സുരക്ഷിതമായ വിദ്യാഭ്യാസം നൽകാനുള്ള സംവിധാനങ്ങൾ ഇന്ന് അനിവാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഭൗതിക വിദ്യാഭ്യാസത്തിനൊക്കെ തന്നെ പറഞ്ഞയക്കുമ്പോൾ വലിയ പ്രയാസമാണ് പലപ്പോഴും നാം കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതര വിശ്വാസികളിലൂടെ ഒളിച്ചോടുന്ന വിദ്യാർത്ഥി സമൂഹം, അതുപോലെ തന്നെ ലഹരിയിലേക്കും ലൈംഗികതയിലേക്കും ഒക്കെ തന്നെ വഴിമാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനികൾ, അതൊക്കെ തന്നെ സമൂഹത്തിൽ വലിയ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മതനിരാസവും യുക്തിവാദവും ലിബറൽ ചിന്താഗതിയിലൊക്കെ തന്നെ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കപ്പെടുകയും അത്തരം ആശയങ്ങളിലേക്ക് വിദ്യാർത്ഥിനികളെ ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്ത് ഏത് പ്രതിസന്ധിയിലും ഏത് പ്രലോഭനത്തിലും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാനുള്ള ധർമ്മബോധമാണ് നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത്. അതിങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൂടെ മാത്രമേ നൽകാനും സാധിക്കുകയുള്ളൂ. അതാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അങ്ങനെ ഉത്തമ സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പാണ് നാം മുന്നോട്ട് വെക്കുന്നത്. വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുള്ള മതമാണ് പരിശുദ്ധമായ ദീൻ ഇസ്ലാം എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആന്റെ പ്രഥമവാക്യം അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത് തന്നെ വിശുദ്ധ വിജ്ഞാനത്തിൻ്റെ മഹത്വത്തെ ഉദ്ഘോഷിച്ചുകൊണ്ടാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്നുള്ള മഹത്തായ വചനം സൂചിപ്പിക്കുന്ന ഇസ്ലാം വിജ്ഞാനത്തിന് നൽകുന്ന ഏറ്റവും വലിയ പ്രാധാന്യത്തെയാണ്. അതുപോലെ തന്നെ തൊലബുൽ ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ മുസ്ലിമ, ഉപകാരപ്രദമായ വിജ്ഞാനം എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും നിർബന്ധമായ ബാധ്യതയെ കാണുന്ന മതമാണ് വിശുദ്ധമായ ദീൻ ഇസ്ലാം. അതാണ് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നിരവധി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഫളീല കോഴ്സിന് പുറമെ SNECയുടെ നിരവധി പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ ഇടയിൽ ഇതിൻ്റെ കീഴിലായിക്കൊണ്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കേന്ദ്രീകൃതമായിട്ടുള്ള പഠനാരംഭമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഡിഗ്രി തലങ്ങളിലാണ് ഇപ്പോൾ ഈ സംവിധാനമുള്ളത്. ഇൻഷാ അല്ലാഹ് PG തലങ്ങളിൽ കൂടി വ്യാപിപ്പിക്കാൻ വേണ്ടി സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് തീരുമാനമെടുക്കുകയും അതിൻ്റെ ഔപചാരികമായ പ്രഖ്യാപനമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെടുന്നത്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് കീഴിൽ 2019 ആരംഭിച്ച ഫളീല കോഴ്സിൻ്റെ ഉപരിപഠന പദ്ധതി ഫളീല PG ഇന്ന് നടക്കുന്ന ഈ സുലൂക്കിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ലതായ പ്രവർത്തനങ്ങൾ ഇതിന് കീഴിലായി നടക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന പണ്ഡിതകൾ സമൂഹത്തിനും സമുദായത്തിനും നാടിനൊക്കെ തന്നെ ഉപകാരമുള്ള ഉത്തമ പണ്ഡിതകളായി മാറാനൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ദീൻ ഉപകരിക്കുന്ന മക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളെയൊക്കെ തന്നെ അള്ളാഹു പുരോഗതിയിലേക്ക് ഉയർത്തുകയും ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിലനിർത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഖ്യാപനത്തിൻ്റെ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം കൊണ്ട് നിർവഹിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.